ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ വീഡിയോയിട്ട് വന്നിട്ടുള്ളത് ഡോറക്കുട്ടീൻ്റെയും റൂണിക്കുട്ടീൻ്റെയും കൊണ്ടാണ്. ഡോറക്കുട്ടി റൂണിക്കുട്ടി എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണണോ? എവിടെയുള്ളതെന്നറിയോ? അതാ കണ്ടോ, മുറ്റത്ത് രണ്ടാളും ഒരേ കളിയാട്ടോ. ഡോറയാണെങ്കിൽ പുറത്തിറങ്ങിയതിൻ്റെ ഹാപ്പിയിലുള്ളത്, കാരണം ഡോറേനെ അങ്ങനെ അധികം പുറത്തിറക്കുന്നില്ലല്ലോ. ഡോറേനെ ആദ്യം വൈകി ഇറക്കിയത് അതിൻ്റെ ബെൽറ്റൊക്കെ ഇട്ടിട്ട് തന്നെയാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ബെൽറ്റൊക്കെ പതുക്കെ ഊരി മാറ്റിയിട്ട് മുറ്റത്ത് തന്നെ കളിക്കാൻ വേണ്ടി ആക്കി. അപ്പോൾ അവളെ കൂടെ തന്നെ റൂണീനെ അവിടെ പുറത്തു കൊണ്ട് ഇരുത്തി കേട്ടോ. പുറത്ത് ഇരിക്കുമ്പോഴൊന്നും ഡോറയ്ക്ക് യാതൊരു കുഴപ്പമില്ല കേട്ടോ, അനങ്ങാതെ ഇരിക്കുന്നുണ്ട്. അവൾ അനിയത്തി ആയതുകൊണ്ടായിരിക്കാം അല്ലേ. പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഡോറേൻ്റെ സ്വഭാവം ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടേ. കുറച്ച് സമയം കളിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ റൂണീൻ്റെ പിന്നാലെ കടിക്കാൻ വേണ്ടി ഒരു ഓട്ടം. കടിക്കാനാണോ എന്നറിയില്ല, പക്ഷെ ഒരു ചെറിയൊരു അറ്റാക്ക് പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധയോടെ നിന്നത്, കാരണം അഥവാ പല്ലോ മറ്റോ കൊണ്ട് കൊണ്ടുപോയാലും ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും വൈകിയും കുറച്ച് ശ്രദ്ധിച്ച് തന്നെ നിന്നത്. റൂണിക്കാണെങ്കിൽ ഡോറ അടുത്ത് വരുന്ന സമയത്ത് മാത്രമേ പേടിയുള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ റൂണി എല്ലാം മറന്നു, വീണ്ടും ഉണ്ടാവും ഡോറേൻ്റെ പിന്നാലെ പോകുന്നു. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ റൂണി പേടിച്ചിട്ട് ഇറയത്തൊക്കെ തന്നെ ഓടിക്കയറി വന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ ഇറയത്ത് വന്നിരിക്കുമെന്ന് റൂണിക്കുട്ടി. ഞാൻ കുറേ സമയം വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ശ്രമിച്ചു നോക്കിയാൽ അന്നേരമൊക്കെ എൻ്റെ അരൂര് വന്ന് നിൽക്കുക. എൻ്റെ അരൂര് വന്ന് നിൽക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുക? ഫോട്ടോ എടുക്കാനും പറ്റുന്നില്ല, വീഡിയോ എടുക്കാനും പറ്റുന്നില്ല. മുറ്റത്തേക്കൊന്ന് ഇറങ്ങാമെന്ന് വെച്ചാൽ പിന്നെ ഡോറ് ചാടി തുള്ളി വരും മേത്തേക്ക്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഫോണും കയ്യിലിരിക്കുമ്പോൾ എല്ലാം കൂടി തവിടുകൂടി ആവില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ മുറ്റത്തങ്ങനെ അധികം ഇറങ്ങാതെ വരാതെ തന്നെ നിന്ന് കേട്ടോ. അതുകൊണ്ടാണ് റൂണി ഓടി എൻ്റെ അരുവിലേക്ക് തന്നെ ഓടി വരുന്നത്. ഇപ്പോൾ ഡോറ് ചെയ്താൽ മുറ്റത്തു നിന്നൊക്കെ എന്തൊക്കെയോ പരുതുവാക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഡോർക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടിയാൽ പിന്നെ ഒന്നും പറയണ്ട, എപ്പോഴും തിന്നണം എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. ഞാനങ്ങനെ ഫുൾ ടൈം ഒന്നും ഭക്ഷണമൊന്നും കൊടുക്കില്ല കേട്ടോ. ഞാൻ ആകെ രാവിലെ പോകുന്നതിനിടക്ക് ഒരു 6:15 അങ്ങനെയാകുമ്പോൾ ഞാൻ ഭക്ഷണം കൊടുക്കും. കറക്റ്റ് ആ സമയമാകുമ്പോൾ പിന്നെ ഡോറ ശല്യമാക്കിക്കൊണ്ടേയിരിക്കും. ഭക്ഷണം കിട്ടുന്നവരെ ഒച്ചപ്പാടായിരിക്കും. അതിലിടയ്ക്ക് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഡോറാന്ന് വെച്ച് കളിപ്പിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും മിണ്ടാതെ അനങ്ങാതെ കൂട്ടിൽ പമ്മിയിരിക്കും. പിന്നെ അങ്ങനെ അകത്തേക്ക് വീണ്ടും തുടങ്ങും ഒച്ച. എന്നിട്ട് പിന്നെ ഇതാ രണ്ടാളും കൂടി ഇതാ ഇങ്ങനെ കളിക്കുവാണേ. ഇതാ റൂണിക്കുട്ടി ഇങ്ങനെ നല്ലനെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കളിക്കുന്നുണ്ട്. മുറ്റത്തേക്ക് അതിന് ഓടി കളിക്കണം എന്നെല്ലാം ഉണ്ടേ റൂണിക്ക്, കാരണം അവിടെ ടെറസിൻ്റെ മുകളിലല്ലേ. അപ്പോൾ അവൾക്കാണിങ്ങനെ ഇറങ്ങി കടിക്കണം എന്നെല്ലാം ഉണ്ട്. പക്ഷേ ഡോറേനെ പേടിച്ചിട്ടാണെന്ന് പുള്ളിക്കാരത്തി വരാന്തയിൽ തന്നെ ഒറ്റയിരുത്താണ്. അപ്പോൾ ഞാനിവിടെ മുറ്റത്ത് കുറച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചെടീൻ്റെ അകത്ത് ഞാൻ ഈ ഉള്ളി ഇതൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളവും ഇതൊക്കെ കൊണ്ട് ഒഴിക്കുന്നതാണ്. അപ്പോൾ ആ ഉള്ളീൻ്റെ മുറിച്ച പീസും തക്കാളീൻ്റെ മുറിച്ച പീസൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഡോറയാണെങ്കിൽ ഒന്നും തിന്നാൻ കിട്ടാത്ത പോലെ അതിൻ്റെ അകത്ത് പോയിട്ടുണ്ട്, അതെല്ലാം കടിച്ച് പറിച്ച് തിന്നുകയും ചെയ്യണം. അതിനുശേഷം വൈകി ഒരു കപ്പിൽ കുറച്ച് വെള്ളമൊക്കെ കോരി അവിടെ വെച്ച് കൊടുത്തു. അപ്പോൾ പിന്നെ മല്ലൻ അത് പോയിട്ട് കുടിക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊന്നും ഡോറ അങ്ങനെ കുപ്പിയിലതൊന്നും കുടിക്കില്ല, വായിലിങ്ങനെ ഒഴിച്ചു കൊടുക്കണം എന്നാലേ കുടിക്കുള്ളൂ. അങ്ങനെ മല്ലനെ സോപ്പിട്ടിട്ട് ഡോറേനെ വൈകി കൂട്ടിലേക്ക് ആക്കിയിട്ടുണ്ടേ. കാരണം കുറേ സമയം കളിച്ചല്ലോ. കൂട്ടിലാക്കിയിട്ടാണെങ്കിൽ പുള്ളിക്കാരത്തി ഒരേ കുറയായിരുന്നു, ഒച്ചപ്പാടും ബഹളുമായിരുന്നു പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പം ആണ് റൂണി ഒന്ന് ഫ്രീ ആയത്. ഇപ്പോൾ റൂണി ഇതാ റിലാക്സ് ആയിട്ട് അവിടെ ഇറങ്ങിത്തിരിക്കുന്നുണ്ടേ. ഇപ്പോൾ വൈകി കുറേ തലോടിയിട്ടും ആക്കിയിട്ടും തടിയിലെല്ലാം കൊടുത്ത് കിക്കിലാക്കിയിട്ടൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഓ പുള്ളിക്കാരത്തി വല്ലാത്ത സൊള്ളിലുള്ളത്. പക്ഷെ പുറത്തങ്ങനെ കുറേ സമയം നോക്കി നിൽക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് പിന്നെ വൈകി പറഞ്ഞു നമുക്ക് എന്തായാലും മുകളിൽ തന്നെ ടെറസിൽ തന്നെ ആക്കിക്കളയാന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് സമയം അവിടെ നിന്ന് ഇങ്ങനെ കളിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ബാലൻസ് ചെയ്ത് ഇരിക്കുന്നുണ്ടായിരുന്നു പുള്ളിക്കാരത്തി. അപ്പോൾ വൈകി പറഞ്ഞാൽ നല്ല ബാലൻസിൽ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കൈ വീഴുമ്പോഴത്തേക്കും പിന്നെ ചെറുതായിട്ട് വീണു കേട്ടോ. എന്തൊക്കെയോ പഠിപ്പിക്കാനുണ്ട് റൂണീനെ, പക്ഷെ ഒന്നിനും സമയം കിട്ടുന്നില്ല ഫ്രണ്ട്സ്. കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂണിക്കുട്ടി നല്ല സ്മാർട്ടായി മാറുമായിരുന്നു. പക്ഷെ ഒന്നാമത് സമയം കിട്ടുന്നില്ല, അതാണ് പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ 1 വയസ്സ് ഏകദേശം ആയി പുള്ളിക്കാരത്തിക്ക്. കഴിഞ്ഞ നമ്മൾ വാക്സിൻ എടുക്കാൻ പോയപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. 1 വയസ്സ് കഴിഞ്ഞു. എന്താ അവിടെ നല്ല സുഖത്തിൽ ടൈലൊക്കെ കിടക്കുകയാണ് കേട്ടോ. നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാവേ. ബൈ ബൈ.